അവനവന് വേണ്ടി വോട്ട് ചെയ്തു. ആദ്യമായിട്ടല്ല, രണ്ടാമതാണ് വോട്ട് ചെയ്തത്. രണ്ടാമത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തത് ആദ്യം. അവനവന് വേണ്ടി ആദ്യത്തെ വോട്ടാണ്. എന്ത് തോന്നി സർ? എന്താണ് ഒരു അനുഭവം? ഭയങ്കര സന്തോഷമല്ലേ? ഐ എം വെരി ഹാപ്പി. ആദ്യമായിട്ടാണ് ഒരുപാട് ചുറ്റിക്ക് എല്ലാത്തിനും വോട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആദരണീയനായ മനുഷ്യനല്ലേ, സമാദരണീയനായ മനുഷ്യനല്ലേ പാലോളി എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാരണവരെ പോലെ. ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് നോമിനേഷൻ കൊടുക്കാൻ പോയത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളല്ലേ. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാറേ, കഴിഞ്ഞ തവണ 5 വർഷം മുമ്പ് സാർ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോ സാർ പറഞ്ഞൊരു വാചകമുണ്ട്, പ്രേമൻ മിടുക്കനാണ്, വിജയിക്കുന്നത്. ഈ 5 വർഷത്തിന് ശേഷം ഇന്ന് പ്രേമൻ തോൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് വോട്ടിന് വരുന്നത്. ഞാൻ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം മാത്രമല്ല, അതാണ് നടക്കുക അവിടെ ഈ മണ്ഡലത്തിൽ. അത്രയും അപരണ നിർത്തിയാലും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇരിക്കുന്ന എന്നെ നല്ലതുപോലെ അറിയും. എൻ്റെ നാട്ടുകാർക്കറിയും, ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയും. ഈ മണ്ഡലത്തിൽ എനിക്ക് അറിയാത്ത ഒരു പ്രദേശമില്ല. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. പൂർണ്ണമായും കോൺഫിഡൻസിലാണ്. പിന്നെ ഐ എം ഫുള്ളി കോൺഫിഡൻസ്. എന്താ സംശയമുള്ളത്? ഈ അവസാന ഘട്ടത്തിൽ, പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, ഞാൻ പൊതുരംഗത്ത് സജീവമായതിനു ശേഷം എത്രയെത്ര കോൺട്രവേഴ്സികളാണ് എൻ്റെ നേരെ വന്നത്. ഈ കോൺട്രവേഴ്സികളിൽ ഒന്നും തന്നെ ഞാൻ പതറിയിട്ടില്ലല്ലോ. എന്തെങ്കിലും പതറിയിട്ടുണ്ടോ? ഈ കോൺട്രവേഴ്സി ഇതൊക്കെ വെറുതെ പിന്നെ ഈ അവർ തോൽക്കുമെന്ന് ഒരു പരാജയ ഭീതി ഉണ്ടായ സന്ദർഭത്തിൽ CPM നേതാക്കന്മാർ പറഞ്ഞ കാര്യമാണത്. അതിനപ്പുറത്തേക്ക് അതൊന്നുമില്ല. അതാണ് പ്രതികാരത്തിന് രാഷ്ട്രീയമായിരിക്കും. ഏത്? കാരണം അന്ന് പാർട്ടിയുടെ ആയിരുന്നു, ഇന്നും പാർട്ടി കൊണ്ട് വിട്ടുപോയി. സ്വാഭാവികമായിട്ട് പ്രതികാര രാഷ്ട്രീയമായിട്ടാണോ ഇത്തരം കേസുകൾ? ഞാനൊരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കില്ലേ. ഇത് ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിലാണ്, പുതിയൊരു പ്ലാറ്റ്ഫോം, DMF എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോം വരാൻ പോകുന്ന നാളുകളിൽ കേരള വ്യാപകമായി വ്യാപിപ്പിക്കാൻ പോകുന്ന, സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയുടെ തുടക്കമാണത്. DMF, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട്. ആ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന് UDF-ഉമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണ് UDF-ന്റെ പിന്തുണയോടുകൂടി ഞാൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. ഈ UDF-ന്റെ പ്രവർത്തകർ തന്നെ പറയുന്നത്, അവരുടെ ഓർമ്മ വെച്ച ഇന്നേ വരെയുള്ള അവരുടെ അനുഭവത്തിൽ ഇത്രയും സജീവമായി, ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുന്നത് DMF അല്ല, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അത് ഒരു സ്ഥാനാർത്ഥി ആവില്ലല്ലോ. കേരളത്തിൽ പല സ്ഥാനാർത്ഥികളും അങ്ങനെ മത്സരിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം അക്കൗണ്ട് തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. ഭരണത്തിൽ വരും. പിന്നെ ഡെഫിനറ്റ്. ഇടതുപക്ഷം ഭയക്കുന്നുണ്ടോ താങ്കളുടെ ഈ ഒരു നീക്കത്തെ? ഇടതുപക്ഷം ഭയക്കുന്നുണ്ടോ? അവരുടെ ഭയപ്പാടിൽ നിന്നല്ലേ ഇതുപോലെയുള്ള അലിഗേഷൻസ് എനിക്കെതിരായിട്ട് വരുന്നത്. ഞാൻ തിരിച്ച അലിഗേഷൻ ഒന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. ഞാൻ ആദ്യം കൺവെൻഷനിൽ വെച്ച് അലിഗേഷൻ ഉന്നയിച്ചത് വളരെ സീരിയസ് അലിഗേഷനാണ്. ആ അലിഗേഷൻ പുതിയൊരു സർക്കാർ സംവിധാനം വരുമ്പോൾ ഉറപ്പായിട്ടും അന്വേഷിക്കും, ഒരു സംശയവും വേണ്ട. അന്ന് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല, ഒരു തർക്കവും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരിക്കലും മാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ എന്നെ നിങ്ങൾക്ക് ഏറെ കാലമായിട്ട് അറിയാമല്ലോ. ഞാൻ എന്താണോ പറഞ്ഞത്, ഒരു പ്രശ്നത്തിൽ എൻ്റെ നിലപാടെന്താണോ ആ നിലപാടിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറിയിട്ടേയില്ല. UDF അധികാരത്തിൽ വരികയാണ്, അങ്ങേക്ക് ഒരു മൂല്യ പരിഗണന ഉണ്ടാവും. അത് UDF നേതൃത്വം തീരുമാനിക്കണ്ടല്ലോ. അത് UDF തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ.
UDFന്റെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് വരിക. UDFന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വരുമ്പോൾ പിന്നെ UDF തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. എവിടെ നിങ്ങൾ ഉറപ്പിച്ചോ? കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF പാലക്കാട് ജില്ലയിൽ നേടും. അതിൽ DMF ഫാക്ടറും ഒരു പങ്ക്, നിർണായകമായൊരു പങ്ക് വഹിക്കും. പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും DMFന്റെ ഫാക്ടർ ഉണ്ട്. ഡെഫിനറ്റ് UDF ജയിക്കും. ഷംസുദ്ദീൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും.